നമസ്കാരം. ഉളുപ്പില്ലായ്മയാണ് സഖാക്കളെ. പിണറായിയുടെ മേൽ അന്വേഷണത്തിന്റെ നിഴൽ വീണപ്പോൾ കാണിക്കുന്ന ഈ പേക്കൂത്ത്. ഒന്നുകിൽ പിടിക്കപ്പെടുന്നതിന്റെ പിടച്ചിൽ, അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഹുങ്ക്. എന്തു തന്നെ ആയാലും അതിന് കമ്മ്യൂണിസത്തെ വിശ്വസിക്കുന്ന അണികൾ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നിങ്ങളെങ്കിലും കുട പിടിക്കരുത്. CMRL എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിലും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED റെയ്ഡ് നടക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകരോട് തെരുവിൽ പ്രതിഷേധം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് CPM. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ ലോക്കൽ മേഖലകളിലടക്കം ജനകീയ പ്രതിഷേധം നടത്തുന്നതിനൊപ്പം മുഴുവൻ ബ്രാഞ്ചുകളിലും പന്തം കൊളുത്തി പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചതായും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ. ഇതിനിടെ റെയ്ഡ് നടക്കുന്ന പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടിന് മുന്നിലും റിയാസിന്റെ കോഴിക്കോട് വീടിന് മുന്നിലും നേതാക്കളും പ്രവർത്തകരും എത്തി പ്രതിഷേധം നടത്തി വരികയാണ്. റെയ്ഡിലൂടെ എത്തുന്നത് പിണറായിക്കെതിരെയുള്ള ആക്രമണമല്ല എന്നും CPM-നെതിരെയുള്ള ആക്രമണമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വീണ വിജയൻ മകളായി എന്നതിന്റെ പേരിൽ പിണറായിക്കെതിരെ കേസെടുക്കാനാകില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു വെച്ചു. വീണ വിജയൻ മകളായി പോയി എന്നതിന്റെ പേരിൽ അച്ഛന്റെ പേരിൽ കേസെടുക്കാൻ EDക്ക് കഴിയില്ല. കേസ് അന്വേഷിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പേരിലാണ് റെയ്ഡ് നടക്കുന്നത്. വലിയ സഹനവും കടന്നാക്രമണവും സഹിച്ചുകൊണ്ടാണ് പിണറായി മുഖ്യമന്ത്രി വരെയായത്. പിണറായിക്കെതിരെയുള്ള കേസായി കാണുന്നില്ല. പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണത്തിന്റെ ഏറ്റവും അവസാനത്തെ ആയുധമാണ്. CPM ഇതിനെ ചെറുത്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ജനകീയമായും നിയമപരമായും ഇതിനെ പ്രതിരോധിക്കും. ഒരു ആഹ്വാനവും ഇല്ലാതെ ജനങ്ങൾ തെരുവിലിറങ്ങിയ സ്ഥിതിയാണുള്ളത്. പാർട്ടിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയനെ തകർത്തുകൊണ്ടാണ് സാധിക്കുക എന്നതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു വെച്ചു. പിണറായിയെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ ആക്രമണത്തിലൂടെ ദുർബലപ്പെടുത്താമെന്ന് കരുതുന്നുവെങ്കിൽ അവർക്ക് തെറ്റി. അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായിയും, ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPM എന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. CMRL എക്സാലോജിക് കരാർ നിയമപരമായിട്ടാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരുടെ പേരിലും ആരോപണം ഉയർന്നിരുന്നു. അവർക്കെതിരെ അന്വേഷണമില്ല. എല്ലാ അന്വേഷണത്തോടും പൂർണ്ണമായും സഹകരിക്കുന്ന നിലപാടാണ് വീണ വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള കടന്നാക്രമണം പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തികച്ചും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡാണിതെന്നും പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കടന്നാക്രമിക്കുക എന്നതാണ് ഇന്ത്യയിലുടനീളം കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാനുള്ള ഉപകരണമായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് സുപ്രീം കോടതി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ ആക്രമണത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പിന്തുണയ്ക്കുകയാണ്. UDF-ഉം BJP-യും ഒരുപോലെ ആവശ്യപ്പെട്ടത് പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഈ ആവശ്യം ഉന്നയിച്ചു. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ ജയിലിലടച്ചത്. കോടതി പിന്നീട് ഈ കേസ് ചവറ്റുകുട്ടയിൽ എറിഞ്ഞെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അണികളെ നിരത്തി നിർത്തിയ കമ്മ്യൂണിസത്തിന്റെ ആന്തരികാർത്ഥത്തെ തന്നെ കൊന്നു കൊലവിളിച്ചുകൊണ്ട് ഗോവിന്ദനെ പോലുള്ള നേതാക്കൾ ഈ കാണിക്കുന്നത്, ഈ വിളിച്ചു പറയുന്നത് പിണറായി നിയമത്തിന് അതീതനല്ല എന്ന് പറയാതെ പേക്കൂത്ത് കാണിക്കുന്നത് ഉളുപ്പില്ലായ്മയാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവമാണ് ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടത് എന്നറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയേണ്ട നേരം ഇതാണ്. അതാണ് ശരിയായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. വ്യക്തിപൂജയെ തകർത്തെറിയുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. അല്ലാതെ തെരുവിൽ കുത്തിയിരുന്ന് പിണറായിക്ക് വേണ്ടി കുരയ്ക്കുന്നതല്ല.